നമസ്കാരം. ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ കഥ എന്നുള്ള ചാപ്റ്റർ 3-ാമത്തെ ക്ലാസ്. ഭരണഘടന നിർമ്മാണത്തിനെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രമേയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഈ ഭരണഘടന, അതിനായിട്ട് നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞ് ഒരു അസംബ്ലി ഉണ്ടാക്കണമെന്നും ആ അസംബ്ലിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമെന്നും ഗാന്ധിജി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടന ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു സഭ ഉണ്ടാക്കണം. ആ സഭയിൽ നിരന്തരം ചർച്ചകൾ നടത്തി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ഉൾക്കൊള്ളിക്കണം എന്ന ഒരു ആശയ സമുന്നയത്തിലേക്ക് എത്തുന്നതിനായി ഭരണഘടന നിർമ്മാണ സഭ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആശയം നമ്മുടെ നേതാക്കന്മാരുടെ മനസ്സിൽ വരുന്നു. അപ്പം അതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ സംവാദങ്ങൾ, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചരിത്രമാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ചത് ഗാന്ധിജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആവശ്യകത ആദ്യമായി മുന്നോട്ട് വച്ചത് ഗാന്ധിജിയാണ്. ഇതിനു വേണ്ടി അദ്ദേഹം ഒരു ലേഖനം, ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞൊരു ലേഖനം 1939 അദ്ദേഹം ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നും സ്ത്രീക്കും പുരുഷനും പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനമാക്കിയുള്ള ജനഹിതം, ജനങ്ങളുടെ ആഗ്രഹം പ്രതിനിധാനം ചെയ്യുന്ന തദ്ദേശീയ ഭരണഘടന നിർമ്മിക്കുകയും വേണം. അങ്ങനെ നിർമ്മിക്കുവാനായിട്ട് ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നും ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൻ്റെ പേര് ഒരേ ഒരു മാർഗം, ആ ലേഖനം ഹരിജൻ എന്ന പത്രത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം നേതാക്കന്മാരുടെ മനസ്സിലും മറ്റ് ഭരണാധികാരിയുടെ മനസ്സിലേക്കുമൊക്കെ ഗാന്ധിജി ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് 1-ാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലും കൂടെ പറയാം. ഈ ഭരണഘടന നിർമ്മാണ സഭയുടെ ഇംഗ്ലീഷ് പേരെന്താണ്? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. ഇത് ഹെഡിങ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഇറ്റ്സ് ഹിസ്റ്ററി എന്നതാണ് ഇവിടെ പഠിക്കുന്നത്. ഗാന്ധിജി wrote in the ഹരിജൻ ഒരു എന്താ പറയുക, ഒരു പേപ്പർ പോലെ, ഒരു പത്രമാണ് ഹരിജൻ, an article which demanded the formation of constituent assembly based on adult franchise, adult suffrage for both men and women. അങ്ങനെ പറയാൻ കാരണം ആ സമയത്ത് പണ്ട് കാലത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നും തുല്യ വോട്ടവകാശമൊന്നുമില്ലായിരുന്നു. പാവപ്പെട്ടവനും പണക്കാരനും തുല്യമായി വോട്ടവകാശം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡൽട്ട് സഫറേജ്, പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം വേണമെന്നും, അതുപോലെ തന്നെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ജനറൽ പബ്ലിക്കിൻ്റെ വിഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് ആർക്ക് മാത്രമേ സാധിക്കൂ? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഗാന്ധിജി പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ശേഷം, അപ്പോൾ ഈ പത്രത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ വായിക്കുകയും ഗാന്ധിജിയുടെ ഈ ആവശ്യം ദേശീയ നേതാക്കൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇതിനെ അംഗീകരിക്കുന്നു. എപ്പോഴാണ്? 1946. ഓക്കെ, സോ ദിസ് ഒപ്പീനിയൻ ഓഫ് ഗാന്ധിജി was supported by other national leaders, and Britishers also accepted this idea in 1945, and in 1946 elections were held for this constituent assembly മെമ്പർഷിപ്പ്. ഇതിനകത്ത് അംഗങ്ങൾ വേണമല്ലോ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയ പോലെ അതിനകത്ത് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വേണം, അല്ലേ?
അവരിരുന്നാണ് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന വേണ്ടത് എന്നുള്ള ചർച്ച അവിടെ ഇരുന്നാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിനായിട്ട് 1946 എലക്ഷൻസ് സംഘടിപ്പിക്കുന്നു. 1946 തന്നെയാണ് ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും ആണ്. ഇതിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഹരിജൻ എന്ന പത്രത്തിലൂടെ ഒരേ ഒരു മാർഗം എന്ന ഒരു ആർട്ടിക്കിൾ എഴുതുന്നു. ആ ആർട്ടിക്കിളിൻ്റെ ബേസിലാണ് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഈ ഒരു ഭരണഘടന നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടീഷേഴ്സ് accepted that and accepted in 1945 and we formed a constituent assembly in 1946 and the first elections for the membership of this constituent assembly was held in 1946. ആദ്യത്തെ ഭരണഘടന നിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ 1946 നടന്നു. അത് ഫോമായ വർഷം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇത് അംഗീകരിക്കുകയും 45 ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ച് ഭരണഘടന നിർമ്മാണ സഭയുടെ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇനി ഈ കിടക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബോക്സിനകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആക്ച്വലി ആ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി ഭരണഘടന നിർമ്മാണ സഭയിൽ അപ്പോൾ ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഫോർ ഡിസ്കഷൻസ് ഫോർ ഡിബേറ്റ്സ് വി ഫോം ദിസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അവിടെ ഉണ്ടായിരുന്ന ഡിബേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകളുടെ ചില ശകലങ്ങൾ താഴെ കൊടുക്കുന്നു. അതിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ചില ആൾക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. KT ഷാ എന്തു പറഞ്ഞു? ഇത് പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. KT ഷാ എന്തു പറഞ്ഞു നമുക്ക് നോക്കാം. കഴിവും യോഗ്യതയുമുള്ള എല്ലാ പൗരന്മാർക്കും രാഷ്ട്രം തൊഴിൽ നൽകണം എന്ന് പറയുന്നു. ഓക്കെ, ഈ ബോക്സ് കിടക്കുന്ന സാധാരണ ചോദിക്കാറില്ല, പക്ഷെ ചെറിയ മാർക്കുകൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഈ ഡയലോഗുകൾ എടുത്ത് എഴുതിയിട്ട് മാച്ച് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിക്കാം. അപ്പോൾ കഴിവും യോഗ്യതയുമുള്ള എല്ലാ പൗരന്മാർക്കും രാഷ്ട്രം തൊഴിൽ നൽകണമെന്ന അഭിപ്രായമാണ് ആര് പറഞ്ഞത്? KT ഷാ പറയുന്നത്. ദ സ്റ്റേറ്റ് ഷുഡ് പ്രൊവൈഡ് യൂസ്ഫുൾ എംപ്ലോയ്മെന്റ് ടു എവറി സിറ്റിസൺ ഹൂ ആർ ഏബിൾ ആൻഡ് ക്വാളിഫൈഡ്. ഏബിളും ക്വാളിഫൈഡുമായിട്ടുള്ള എല്ലാവർക്കും രാഷ്ട്രം എന്ത് നൽകണം? തൊഴിൽ നൽകണമെന്ന് KT ഷാ പറയുന്നു. D. ദാസ് ജനങ്ങളുടെ വിശപ്പകറ്റുകയും എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ നീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ഗവൺമെന്റിന്റെ മുഖ്യ കർത്തവ്യം എന്ന് പറയും. നിങ്ങൾ എല്ലാം ഒന്നും പഠിച്ചു വെക്കേണ്ട. B. ദാസ് എന്ത് പറയുന്നു? എല്ലാ പൗരന്മാർക്കും സാമൂഹ്യ നീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തണം. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഈസ് ടു റിമൂവ് ഹങ്കർ. വിശപ്പകറ്റുക. പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ഈസ് ടു റിമൂവ് ഹങ്കർ ആൻഡ് പ്രൊവൈഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി to every citizen. അപ്പോൾ അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ഷുഡ് ബി, ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഇതായിരിക്കണം. എന്ത്? ടു പ്രൊവൈഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ടു എവറി സിറ്റിസൺ. മൂന്നാമത്തത് ഒന്ന് ഓർത്തു വെക്കുക, കാരണം അംബേദ്കറുടേതാണ്. ഈ അംബേദ്കർ നെഹ്റു ഒക്കെ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. മറ്റു ചില രാജ്യങ്ങൾ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ സ്ഥാപിക്കാനുള്ള ഒരു സൂത്രപ്പണിയല്ല ഭരണഘടന. ആർക്കെങ്കിലും ഭരണം നേടിക്കൊടുക്കുന്ന ഒരു മാർഗം അല്ല ഭരണഘടന. മറിച്ച് ആരാണ് അധികാരത്തിൽ എത്തേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അധികാരത്തിൽ എത്തുന്നവർക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യവുമില്ല. അവർ നിർദ്ദേശക തത്വങ്ങൾ മാനിച്ചേ പറ്റൂ. അവ ലംഘിച്ചാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് സമ്മതിദായകരോട് അവർ ഉത്തരം പറയേണ്ടി വരും എന്ന് അംബേദ്കർ പറയുന്നു. കാരണം അംബേദ്കർ ഭരണഘടനയിലാണ് എക്സ്പേർട്ട്. അതുകൊണ്ട് തന്നെ അംബേദ്കർ പറയുന്നത് ആര് റൂളിലെത്തണം, ആര് പവറിലെത്തണം എന്ന് ആര് ഡിസൈഡ് ചെയ്യുന്നു? ജനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. ദ പീപ്പിൾ വിൽ ഡിസൈഡ് ഹൂ ഷുഡ് ബി ഇൻ പവർ എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അതുപോലെ പറയുന്നു അധികാരത്തിൽ എത്തുന്നവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെ ചെയ്താൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവര് തിരിച്ചു പ്രതികരിക്കുമെന്ന് പറയുന്നു. ദോസ് ഇലക്റ്റഡ് ടു പവർ വിൽ നോട്ട് ബി ഫ്രീ ടു ഡു വാട്ട് ദേ ലൈക്ക്. തോന്നിവാസം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇഫ് ദേ ഡു ദാറ്റ് എന്ത് പറ്റുന്നു? when the elections of next time comes, that time these people will have, അല്ലെങ്കിൽ they have to, these elected members have to answer for their actions when they contest in elections എന്നാണ്. ആ സമയത്ത് അവർ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് അംബേദ്കർ പറയുന്നു.
ഓക്കെ. ഈ മൂന്നാമത്തത് നെഹ്റു ആണ്. നെഹ്റു പ്രധാനമായിട്ടും പറഞ്ഞത് നിയമവും പാർലമെന്റും കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നു. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നിയമവും പാർലമെന്റും മാറേണ്ടതുണ്ട്. ചേഞ്ചിനെ കുറിച്ചാണ് നെഹ്റു പറഞ്ഞത്. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരുടെ പുരോഗതി രാഷ്ട്രത്തിന്റെ ലക്ഷ്യമായിരിക്കണമെന്നും പറയുന്നു. മനസ്സിലായല്ലോ? The social forces are such that the law cannot stand in the way of reform. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി. പക്ഷെ അങ്ങനെ പോരാ. law should change, parliament should change according to the changing environment എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരുടെ പുരോഗതി ആയിരിക്കണം, ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ വെൽഫെയർ ആയിരിക്കണം രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്നും ആര് പറയുന്നു? നെഹ്റു പറയുന്നു. ഓക്കെ. ഇനി ശാന്താറാം. ഇത് കെ ശാന്താറാം എന്ന പേര് കിടക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് സന്താനം എന്നാണ്. ഓക്കെ. കാരണം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും കെ ശാന്താറാം എന്നാണ് കിടക്കുന്നത്. സന്താനം കമ്മിറ്റിയാണ് ആക്ച്വലി പഞ്ചായത്തി രാജിനായിട്ട് പ്രവർത്തിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ എല്ലാ NCERT ബുക്കുകളിലും ഗയായുടെ ബുക്കിലുമൊക്കെ അത് ശാന്താറാം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷെ നിങ്ങൾ ശാന്താറാം എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കുകളിൽ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, കെ സന്താനമാണ് ഈ പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്നും അധികാരവും ശക്തിയും പഞ്ചായത്തുകൾക്ക് നൽകണമെന്നുമാണ് കെ സന്താനം പറഞ്ഞിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണം, അതുപോലെ അധികാരവും ശക്തിയും പവറും അതോറിറ്റിയും ആർക്ക് കൊടുക്കണം? വില്ലേജ് പഞ്ചായത്തുകൾക്ക് കൊടുക്കണം. ദ സ്റ്റേറ്റ് ഷാൽ ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആൻഡ് ദേ ഷുഡ് ഗിവ് പവർ ആൻഡ് അതോറിറ്റി ടു ദിസ് വില്ലേജ് പഞ്ചായത്ത് എന്നാണ് സന്താനം പറഞ്ഞിരിക്കുന്നത്. അടുത്ത TA രാമലിംഗം ചെട്ടിയാർ. Cottage industries should be promoted on cooperative lines in rural areas. In rural areas, for the development of the rural people, you have to encourage or you have to conduct you have to establish cottage industries, and we have to promote these cottage industries with the help of കോപ്പറേറ്റീവ് ലൈൻസ്. അതായത് ചില സഹകരണ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുടിൽ വ്യവസായത്തിന് പ്രോത്സാഹിപ്പിക്കണമെന്ന് രാമലിംഗം പറയുന്നു. അടുത്ത താക്കൂർദാസ് ഭാർഗവ. ആധുനിക രീതിയിലുള്ള കൃഷിയും മൃഗസംരക്ഷണവും രാഷ്ട്രം സംഘടിപ്പിക്കണമെന്നാണ് ആര് പറയുന്നത്? ഭാർഗവ പറയുന്നത്. ഓക്കെ. താക്കൂർദാസ് ഭാർഗവ. ദ സ്റ്റേറ്റ് ഷുഡ് ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ലൈൻസ്. അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും ആധുനിക രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്ന് താക്കൂർദാസ് ഭാർഗവ പറയുന്നു. ഓക്കെ. ഇവിടെ നിങ്ങൾ സന്താനം ശാന്താറാം ഏതെഴുതിയാലും ഓക്കെ തന്നെയാണ്. അംബേദ്കർ എന്ന് പറയുന്ന ആളിൻ്റെതും നെഹ്റുവിൻ്റെതും ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഈ ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് മാത്രം പഠിച്ചാലും മതിയാകും. ഓക്കെ. അപ്പോൾ അതങ്ങനെ ആയി. എന്താണിത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളുടെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളാണ്. ദിസ് ഈസ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ്. ഫേമസ് പേഴ്സണാലിറ്റീസ് പറഞ്ഞിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ബോക്സിനകത്തുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ നെഗ്ലിജിബിൾ ആണ്. അടുത്തത് നമ്മൾ അപ്പുറത്ത് എന്തൊക്കെ പറഞ്ഞിരുന്നു? നമ്മൾ അവസാനം പറഞ്ഞത് 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇലക്ഷൻ നടന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത 1946 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഈ പ്രമേയത്തിനകത്ത് എല്ലാ ഇന്ത്യക്കാർക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പബ്ലിക് ആവണം ഇന്ത്യ എന്നവർ പ്രഖ്യാപിക്കുന്നു. എന്താ അവർ പറയുന്നത്? അവർ പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ നീതി കൊടുക്കണം? എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പബ്ലിക് ആവണം ഇന്ത്യ എന്ന് 1946 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ അവരുടെ ഭരണഘടന യെക്കുറിച്ചുള്ള ആശയം അവർ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നു. ആ പ്രമേയത്തിനകത്ത് പറയുന്നത് എന്താണ്? എല്ലാ ഇന്ത്യക്കാർക്കും സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പബ്ലിക് ആയിരിക്കണം ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി 4. ഈ സഭയിൽ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. സാമൂഹ്യ നീതി, തൊഴിലവകാശം, സാമൂഹ്യ സുരക്ഷ,
ഭൂപരിഷ്കാരങ്ങൾ, സ്വത്തവകാശം, പഞ്ചായത്തുകളുടെ രൂപീകരണം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സഭ ചർച്ച ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള ചർച്ച നടക്കുന്നു. അപ്പോൾ there were many discussions about various topics in this Constituent Assembly and some examples for that: social justice, then right to work എന്നോ അല്ലെങ്കിൽ right for employment, then social security, land reforms, then property rights, formation of panchayats, etc. ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വേരിയസ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, അടുത്ത ഹെഡിങ് ആണ് മത്സര അധിഷ്ഠിത താല്പര്യങ്ങൾ എന്നുള്ളത്. കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ്, ഇതും ഒരു ചെറിയ ഭാഗമാണ്. ഓക്കെ, കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു കാര്യം തീരുമാനിച്ചാലും അവിടെ ഒരുപാട് കോൺട്രഡിക്ടറി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു വിഭാഗത്തിനായി നമ്മൾ നീതിക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് ചിലപ്പോൾ നീതി നിഷേധം അവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ പഠിക്കുന്നത്, മത്സര അധിഷ്ഠിത താല്പര്യങ്ങൾ. അങ്ങനെ മത്സര അധിഷ്ഠിത താല്പര്യം ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് പല ജാതി, പല മതം, പല ഭാഷ, പല സംസ്കാരം, എഴുത്തും വായനയും അറിയുന്നവര്, അറിയാത്തവര്, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവര്, നഗരങ്ങളിൽ താമസിക്കുന്നവര്, പണക്കാര്, പാവപ്പെട്ടവര്, ഇങ്ങനെ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇന്ത്യൻ പീപ്പിൾ fall into various categories. They belong to different culture, different religion, different caste. Some live in urban areas, some in rural areas, some are rich, some are poor, some are literate, some are illiterate, etc. So because of that, these people have different interests, and hence naturally what happens? Contradictions as well as different interests may develop because of this diversity. ഇവർക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഇത് മത്സരങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മത്സരം എന്തിനു വേണ്ടിയിട്ടാണ്? രാഷ്ട്ര വിഭവങ്ങൾ കൈയടക്കുവാനായിട്ട് അവർ മത്സരിക്കുന്നു. രാഷ്ട്ര വിഭവം എന്ന് പറയുമ്പം രാഷ്ട്രം നമുക്ക് നൽകുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ ജോലിയായിരിക്കാം, ചിലപ്പം വിദ്യാഭ്യാസമായിരിക്കാം, അതോറിറ്റിയോ പവറോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ രാഷ്ട്രം നമുക്ക് തരുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് റിസോഴ്സ് കൺട്രോൾ ചെയ്യുവാൻ അല്ലെങ്കിൽ സ്വന്തമാക്കുവാനായിട്ട് ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള ജനങ്ങൾ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു? വ്യത്യസ്ത താല്പര്യങ്ങളും മത്സരങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ഭരണഘടന നീതിയിൽ അടിസ്ഥാനമാക്കി ചില ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെ ഡൈവേഴ്സ് ആയതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് laid down certain basic objectives which seek to empower these poor people, then caste-based discrimination, and constitution make use of positive measures to treat various groups equally. They try to treat people equally. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസ് എന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് ഈ വൈവിധ്യത്തിനെ മറികടക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിയമങ്ങളും അതുപോലെ ജസ്റ്റിസുമുണ്ട്. നിയമങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുമ്പോഴാണ് അത് നീതിയാകുന്നത്. മനസ്സിലായോ? നീതി എന്ന് പറയുമ്പോൾ ഫെയർനെസ് ആണ്. ശരിയായ രീതിയിൽ അത് നിയമം നടപ്പിലാക്കുമ്പോഴാണ് അത് എന്താകുന്നത്? നീതിയാകുന്നത്. അപ്പോൾ ഭരണഘടന നീതിയിൽ അടിസ്ഥാനമാക്കി ചില ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നു. അതിന് കാരണം ഇന്ത്യ ഈസ് എ കൺട്രി വെയർ people from different categories live. They have different culture, they have different religion, they have different caste. They live in rural urban areas. Some are literate, some are illiterate, some are rich and some are poor. Some speak different language, some speak Malayalam, some speak Tamil, etc. So they have different interests and there comes competition also. നമ്മുടെ ഭരണഘടന നീതിയിൽ അടിസ്ഥാനമാക്കി ചില ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നു. ദരിദ്രരെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നവരെ. ഫോർ എക്സാമ്പിൾ, സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗങ്ങളാണ്.
അല്ലെങ്കിൽ വൈകല്യ ഭിന്നശേഷിയുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ആണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദരിദ്രരെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുക, ജാതി വിവേചനം അവസാനിപ്പിക്കുക, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക, തുല്യമായി എല്ലാവരെയും പരിഗണിക്കുക എന്നിവയാണ് ഭരണഘടന നേരിടുന്ന ചില ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ചില മത്സരാധിഷ്ഠിത താല്പര്യങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. മത്സരാധിഷ്ഠിത താല്പര്യം എന്ന് പറയുമ്പോൾ ഭരണഘടന നീതി അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിയമം നോക്കിക്കൊണ്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഭരണഘടനയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് വിഷാംശം കലർന്ന മാലിന്യം പുറന്തള്ളുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടണം എന്നുള്ളത് ഒരു ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. വിഷാംശം കലർന്ന മാലിന്യം പുറന്തള്ളുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം. എന്നാൽ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ തൊഴിൽ രഹിതര് ആകുന്നു, ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാതെ പോകുന്നു. കാരണം ആ ഫാക്ടറിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം സമൂഹത്തിലുണ്ട്. അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് തൊഴിലില്ലാതാകുന്നു. പക്ഷേ അതിനെക്കാട്ടിയും വലിയ പ്രശ്നം എന്താണ്? വിഷാംശം കലർന്ന മാലിന്യമാണ് ഈ ഫാക്ടറി പുറത്തേക്ക് തള്ളുന്നത്. അത് അനുഭവിക്കുന്ന ജനങ്ങൾ അവരുടെ ആരോഗ്യത്തിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഫാക്ടറി ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ക്യാൻസർ ഒക്കെ വരാം, അല്ലെ? ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഫാക്ടറി പൂട്ടിയാൽ ജനങ്ങൾ തൊഴിൽ രഹിതരാകുന്നു. അപ്പോൾ ഭരണഘടന എന്ത് ചെയ്യണം? രണ്ട് വിഭാഗങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്, അല്ലെ? റൈറ്റ് ടു ലീവ് എന്നുള്ളതും റൈറ്റ് ടു വർക്ക് എന്നുള്ളതും അവിടെ വരുന്നുണ്ട്. ഭരണഘടന രണ്ട് വിഭാഗങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളുടെ സാധ്യത കണ്ടുകൊണ്ട് സാമൂഹ്യ നീതി കൈവരിക്കുവാനുള്ള ശ്രമങ്ങൾ ഭരണഘടന നിർമ്മാണ സഭയിൽ നടക്കുന്നു. അപ്പൊ ഇത് രണ്ടും അവർ നോക്കും. കാരണം എന്താണ്? രണ്ടും നോക്കേണ്ടത് ഭരണഘടനയുടെ ആവശ്യമാണ്. ഇത് രണ്ടിനെയും നോക്കിയിട്ട് നീതി, ആ നിയമങ്ങളെല്ലാം നോക്കിയിട്ട് നീതി അല്ലെങ്കിൽ ഫെയർനെസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഭരണഘടന അവിടെ ആ സമയത്ത് എന്താ പറയുക, ആ രീതിയിലായിരിക്കും ഭരണഘടന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, when a factory has to be closed down due to the toxic waste it emits, the people living around are happy since their health won't suffer. But when the factory downs its shutters, അതായത് അത് ക്ലോസ് ചെയ്യുമ്പം the factory workers lose their source of income. It is to be noted that the Constituent Assembly members were aware of these complexities and wanted to ensure social justice. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ എവിടെ തന്നിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ അവർ തന്നിട്ടുണ്ട്. അങ്ങനെ നിയമം അതാണെങ്കിലും നീതിക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു എന്താ പറയുക, പഴുത് എവിടെ നൽകിയിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതാണ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് കോമ്പീറ്റിംഗ് ആണ് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞ് വച്ചിരിക്കുന്നത്. അത് അതിനൊരു ഉദാഹരണവും പറയുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ്, ഒരു കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റിന് ഉദാഹരണം നമ്മൾ ഫാക്ടറിയുടെ കാര്യം പറയുന്നു. ജോലി ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു, അതുപോലെ ജീവിക്കുവാനുള്ള, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള അവകാശത്തിനും അവിടെ പ്രശ്നമുണ്ടാകുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ നിയമം അതിനെ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ ഈ കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നു. ഭരണഘടനാ ചട്ടങ്ങളും സാമൂഹ്യ നീതിയും എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് വരുമ്പോൾ ഭരണഘടന എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഭാഗം, ഇതും ചെറിയ മാർക്കിനാണ് ചോദിക്കുന്നത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കാര്യങ്ങൾ, ബാക്കി മുഴുവൻ എന്താണ്? ബോക്സിനകത്ത് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിയമം എന്താണ്, നീതി എന്താണ്, ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നിയമം എന്ന് പറയുമ്പം എന്താണ്? ലോ ഹാസ് ദ പവർ ടു എൻഫോഴ്സ് ഒബീഡിയൻസ്. ആൾക്കാരെ വരുതിക്ക് നിർത്തുവാനുള്ള ഒരു പവർ ആർക്കുണ്ട്? നിയമത്തിനുണ്ട്, അല്ലെ? നിയമം ബലപ്രയോഗത്തിലൂടെ രാഷ്ട്രത്തിന്റെ ശക്തിയും പിൻബലവും ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ട് നിയമം ബലപ്രയോഗത്തിലൂടെ രാഷ്ട്രത്തിന്റെ ശക്തിയും പിൻബലവും ഉപയോഗിച്ച് ജനങ്ങളെ അനുസരിപ്പിക്കുന്നു.
ഇനി നിയമം വരുന്നത് ഭരണഘടനയിൽ നിന്നാണ് അല്ലെ. നമുക്ക് നിയമം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഭരണഘടനയിൽ നിയമങ്ങൾ ആൾറെഡി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വി മെയ്ഡ് ലോസ് ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ചായിരിക്കണം ജനങ്ങൾ ജീവിക്കേണ്ടത്. അത് എതിർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഗവൺമെന്റ് പവർ ഉപയോഗിച്ച് നമ്മൾ ഒബീഡിയൻസ് എൻഫോഴ്സ് ചെയ്യുന്നു, ഒബീഡിയൻസിലേക്ക് നമ്മൾ ജനങ്ങളെ കൊണ്ടുവരുന്നു. സ്റ്റേറ്റ് യൂസസ് ഇറ്റ്സ് പവർ ടു എൻഫോഴ്സ് ദ ലാസ് ആൻഡ് ദീസ് ലാസ് ആർ ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാഷ്ട്രം ചുമതലപ്പെടുത്തിയവർ ആരാണ്? പോലീസുകാർ, കോടതി എല്ലാമാണ് നിയമം നടപ്പിലാക്കുന്നത്. രാഷ്ട്രം ചുമതലപ്പെടുത്തിയിരിക്കുന്ന അതോറിറ്റീസ്. ദ ലാസ് ആർ ഇംപ്ലിമെന്റഡ് ത്രൂ ദ അതോറിറ്റീസ് അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന രാഷ്ട്രം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരാണ് നിയമം നടപ്പിലാക്കുന്നത്. പോലീസും കോടതിയുമാണത്. അതുപോലെ നിയമത്തിനെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ്. നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. നിയമം അവിടെ ഉണ്ട്, പക്ഷെ നീതി ലഭിക്കണമെങ്കിൽ നിയമത്തിനനുസൃതമാണെങ്കിൽ ആ വിഷം തുപ്പുന്ന പുറത്തേക്ക് തള്ളുന്ന ഫാക്ടറി അടച്ചുപൂട്ടി ജീവിക്കാനുള്ള അവകാശം, അതായത് ആരോഗ്യം ദോഷമാകുന്നു, അതുകൊണ്ട് അത് അടച്ചുപൂട്ടി. പക്ഷെ അവിടെ ചില ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നിയമത്തിനെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ജസ്റ്റിസ് ഓൺ ദ അതർ ഹാൻഡ് സ്റ്റാൻഡ്സ് ഫോർ ഫെയർനെസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയർനെസ് ആണ്, ശരി ഏത് എന്ന് നോക്കുന്നു. നിയമമുണ്ട്, നിയമത്തിനെ പിടിച്ചുകൊണ്ട് ജസ്റ്റിസ് നോക്കുക എന്നുള്ളതാണ് ആരുടെ കടമ? കോടതിയുടെ കടമ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ലാസ് ആർ ഇംപ്ലിമെന്റഡ് ത്രൂ അതോറിറ്റീസ് അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് we have different authorities, different levels of courts. The highest one is the Supreme Court, and Supreme Court usually എന്ത് ചെയ്യുന്നു? സുപ്രീം കോർട്ടിനാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ, ലാസിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള പരമ അധികാരം എന്ന് പറയുന്നത്. സുപ്രീം അതോറിറ്റി ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദീസ് ലാസ് ലൈസ് ഓൺ സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോടതി ഉണ്ട്. നീതിയുടെ സത്ത എന്ന് പറയുന്നത് ന്യായമാണ്. സുപ്രീം കോടതി നിയമങ്ങളെ വ്യാഖ്യാനിച്ച് സ്വയം ന്യായം നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്നു. സുപ്രീം കോടതി ലാസിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റിസ് നടപ്പിലാക്കും. അതാണ് നിയമവും ജസ്റ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു ഫാക്ടറിയുടെ ഉദാഹരണം തന്നെ മനസ്സിൽ വയ്ക്കുക. അവിടെ നിയമം മാത്രം നോക്കിയാൽ പോരാ, അവിടെ ന്യായവും കൂടെ നോക്കേണ്ടതുണ്ട്. അങ്ങനെ നിയമം വച്ചുകൊണ്ട് ന്യായം നോക്കേണ്ട അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. സോ സുപ്രീം കോർട്ട് gives interpretations. എന്തിൻ്റെ? ലോസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആര് നൽകുന്നു? സുപ്രീം കോർട്ട് നൽകുന്നു. ഓക്കെ, ഇനി ഇത് നമ്മുടെ ബോക്സുകളിൽ കിടക്കുന്നതാണ്. മൗലിക അവകാശങ്ങളെ പറ്റി സുപ്രീം കോടതിയുടെ വ്യാഖ്യാനങ്ങൾ എന്തെല്ലാമാണ്? ഇന്റർപ്രിട്ടേഷൻസ് ഗിവൺ ബൈ ദ സുപ്രീം കോർട്ട് അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ്. അത് ചില എക്സാമ്പിളുകൾ തന്നിരിക്കുന്നു. ഇത് ബോക്സിനകത്തുള്ളതാണ്, അപ്പോൾ അത്ര വലിയ പ്രധാനപ്പെട്ടതല്ല. പിന്നെ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞവരുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇനി സുപ്രീം കോടതിയുടെ ഇന്റർപ്രിട്ടേഷൻസ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മാത്രം ഈ ബോക്സ് കിടക്കുന്ന എഴുതുക. ബോക്സിലുള്ളത് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചെറിയ മാർക്കുകൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 29 എന്താണ്? ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും നൽകുന്നതാണ്. ആർട്ടിക്കിൾ 21 റെഫേഴ്സ് ടു ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ഇതിൽ ജീവിതമാർഗം, പാർപ്പിടം, വിദ്യാഭ്യാസം, അന്തസ്സ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ദാറ്റ് മീൻസ് ഇൻ this Article 21, right to life and liberty includes livelihood, ജീവിതമാർഗം, ഹെൽത്ത്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഡിഗ്നിറ്റി എല്ലാം ഈ ആർട്ടിക്കിൾ 29 അകത്ത് വരുന്നുണ്ട്. കോടതി ജീവിതത്തിന്റെ അർത്ഥങ്ങൾ പല കേസുകളും വരുമ്പോൾ ഈ ആർട്ടിക്കിൾ 21 കോർട്ട് എന്ത് ചെയ്യുന്നു? വികസിപ്പിക്കുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ ഇവിടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമാണുള്ളത്. അപ്പൊ ജീവിക്കാനുള്ള അവകാശത്തിന് ഒരു കേസ് വരുമ്പോൾ കോടതി എന്ത് ചെയ്യുന്നു? അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. അപ്പൊ കോടതി ജീവിതത്തിന്റെ അർത്ഥങ്ങൾ വികസിപ്പിക്കുന്നു, ശാരീരിക നിലനിൽപ്പിന് അതീതമായ അർത്ഥങ്ങൾ നൽകുന്നു.
ജീവൻ നിലനിർത്തുക എന്നുള്ളതിന് അതീതമായി മറ്റു ചില അർത്ഥങ്ങൾ ആര് വ്യാഖ്യാനിക്കുന്നു? സുപ്രീം കോടതി വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ സുപ്രീം കോർട്ട് ഹാസ് ക്ലാരിഫൈഡ് വാട്ട് ലൈഫ് റെഫേഴ്സ് ടു. ഇറ്റ് മീൻസ് മച്ച് മോർ ദാൻ ദ മിയർ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ജീവിക്കണം എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം ലൈഫ് എന്ത് എന്ന് ആർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നു? കോടതിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ നിയമങ്ങളും അതിനെ വിപുലീകരിച്ച് അതിൽ ന്യായമുണ്ടോ എന്ന് നോക്കി നിയമങ്ങൾ നീതിക്കനുസൃതമാക്കി മാറ്റുന്നതിനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ശാരീരിക നിലനിൽപ്പിന് അതീതമായി അർത്ഥങ്ങൾ നൽകി അത് പീഡനത്തിനിരയായവർക്കും അടിമപ്പണിക്കാരെ മോചിപ്പിക്കുവാൻ അവർക്കും എല്ലാം എന്തുണ്ട്? ജീവിക്കാനുള്ള അവകാശമാണുള്ളത്. പുനരധിവസിപ്പിക്കുവാനും പാരിസ്ഥിതിക നാശം വരുത്തുന്ന പ്രവർത്തനങ്ങൾ തടയാൻ, അവിടെയും അതുപോലെ തന്നെ ആ കമ്പനി വിഷം പുറത്തേക്ക് തള്ളുന്നു, അവിടെ ജീവിക്കാനുള്ള അവകാശം തടയുന്നു അല്ലേ? അതുപോലെ തന്നെ തടവുകാർക്ക് ആശ്വാസം നൽകുവാനും ഒക്കെ സുപ്രീം കോടതി പല സ്ഥലങ്ങളിലും ഈ ഒരു നിയമത്തിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ when some people are subjected to torture and deprivation എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ നിഷേധിക്കുന്നു. The life clause in the constitution, ആ ലൈഫ് എന്നുള്ളത് comes to their rescue. അവിടേക്ക് ജസ്റ്റിസ് കൊണ്ടുവരുന്നു ആര്? സുപ്രീം കോർട്ട്. So also is the case of bonded laborers, environmental disasters അല്ലെങ്കിൽ environmental issues, environmentally degrading activities by various industrial establishments can be stopped by appealing to the life clause. ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ക്ലോസിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, പുനർവ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നു. In 1993 സുപ്രീം കോർട്ട്, SP എന്ന് എഴുതിയിരിക്കുന്ന സുപ്രീം കോർട്ടാണ്, പ്രകടന അവകാശത്തിന്റെ എക്സ്പ്രഷൻ, റൈറ്റ് ടു എക്സ്പ്രഷൻ ആണ്, പ്രകടന അവകാശത്തിന്റെ ഭാഗമായി വിവര അവകാശവും വ്യാഖ്യാനിച്ചു. In 1993 the Supreme Court declared the right to information as a part of right to expression. പ്രകടന അവകാശത്തിന്റെ ഭാഗമായി വിവര അവകാശവും വ്യാഖ്യാനിച്ചു ആര്? സുപ്രീം കോടതി 1993. ഇമ്പോർട്ടൻ്റ് ആണിത് കേട്ടോ, ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. ഇനി സമത്വ അവകാശത്തിന്റെ ഭാഗമായി തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം സുപ്രീം കോടതി വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ അതൊരു മൗലിക അവകാശമായി മാറി. ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഭാഗമാണ് എന്ത്? തുല്യതയാണ് അല്ലേ? അപ്പം തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം എന്നുള്ളത് സുപ്രീം കോടതി ആ ഒരു റൈറ്റ് ടു ഇക്വാലിറ്റിയെ, തുല്യ ജോലിക്ക് തുല്യ വേതനം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള ഒരു ഇതിലേക്ക് ആര് വ്യാഖ്യാനിക്കുന്നു? സുപ്രീം കോടതി വ്യാഖ്യാനിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നിയമം ആൾറെഡി ഉണ്ട്, നിയമത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ, വ്യാഖ്യാനിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. സാഹചര്യം അനുസരിച്ച് സുപ്രീം കോടതി അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇനി സാമൂഹ്യ നീതിയുടെ അർത്ഥം വിപുലമായി വ്യാഖ്യാനിച്ചു. സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ ജസ്റ്റിസിനെ പല സ്ഥലങ്ങളിലും ഈ കോടതികൾ വിപുലമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. സമൂഹത്തിന്റെ ക്ഷേമത്തിനായി മുന്നോട്ട് പോകുവാൻ ഭരണഘടന ശ്രമിക്കുന്നു. ഇതിനായി സാമൂഹിക പ്രസ്ഥാനങ്ങളും കോടതികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് അറ്റൈൻ ചെയ്യുവാനായിട്ട് കോടതികളെ സാമൂഹിക പ്രസ്ഥാനങ്ങളും സഹായിക്കുന്നുണ്ട് എന്നാണ്. ഇനി ഗ്രാമസഭകളെ കുറിച്ച് നിർദ്ദേശക തത്വം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് കെ സന്താനം, ശാന്താറാം എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് സന്താനം എന്ന് തന്നെയാണ്, കെ സന്താനം. നിങ്ങൾ ശാന്താറാം എഴുതിയാലും കുഴപ്പമില്ല, സന്താനം എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിൽ പോലും അത് ശാന്താറാം എന്ന് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഗ്രാമസഭകളെ കുറിച്ച് നിർദ്ദേശക തത്വം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് കെ സന്താനമാണ്. തുടർന്ന് 1992 73rd കോൺസ്റ്റിറ്റ്യൂവന്റ് അമെൻമെന്റ് ആയിട്ട് എന്ത് ഉണ്ടാകുന്നു? പഞ്ചായത്തി രാജ് സിസ്റ്റം നമ്മുടെ ഇവിടെ നിലവിൽ വരുന്നു. ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതും കൂടെ ഒന്ന് എഴുതുവാണ്. ഒരു രാഷ്ട്രം പ്രവർത്തിക്കേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രമാണമാണ് എന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കണം? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ ദ ഐഡിയൽസ് ഓൺ വിച്ച് എ നേഷൻ റെസ്റ്റ്. ഒരു രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ നൽകുന്ന ഒരു പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. പിന്നെന്ത് പറഞ്ഞു? ഗ്രാമസഭകളെ കുറിച്ചുള്ള നിർദ്ദേശക തത്വം ഭരണഘടനാ നിർമ്മാണ സഭയിൽ
ഗ്രാമസഭ എന്ന് പറയുമ്പം പഞ്ചായത്തി രാജുകളെ കുറിച്ചുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത് കെ ശാന്താറാമാണ്. ആൻഡ് ലേറ്റർ ഇൻ 1992 with the help of 73rd Constituent Amendment Act, this Panchayati Raj systems are implemented in India. 1992 73ാം ഭരണഘടനാ ഭേദഗതിയുടെ സഹായത്തോടു കൂടി പഞ്ചായത്തി രാജ് വ്യവസ്ഥകൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് 2 ചോദ്യങ്ങളായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഒരു വലിയ ക്ലാസ് ആയിരുന്നു, പക്ഷേ ഇത്രയും തീർക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ എടുത്തു. ഓക്കെ, താങ്ക് യു.